Okay, so welcome back to Mega Crash Course. So we have covered thermodynamics and kinetic theory in the last class. Now we will thermodynamic potentials and Maxwell's relations. That we will discuss. So in this section we will discuss different thermodynamic potentials and different thermodynamics different quantities. Okay. ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ടത് thermodynamic potentials internal energy ആണ്. Okay, so what is internal energy? Internal energy, it is the sum total of all kinetic and potential energy of the internal or inside the molecule, inside the gas. അത് ഗ്യാസിന് അകത്തുള്ള സിസ്റ്റം, അത് പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്യാസ്, നമുക്കൊരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് എടുത്തിട്ട് ആ ഗ്യാസിന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഹൈ വെലോസിറ്റിയിൽ അങ്ങ് ആക്സിലറേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ വെലോസിറ്റി കാരണം ആ ഗ്യാസിന് എന്തുണ്ടാവും, ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ. ആ കൈനറ്റിക് എനർജി നമ്മുടെ ഇൻറ്റേർണൽ എനർജിയിൽ പെടുമോ? ഇല്ല എന്നാണ് ആൻസർ. കാരണം ആ കൈനറ്റിക് എനർജി എക്സ്റ്റേണൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജിയാണ്. ആ സിസ്റ്റം ആസ് എ ഹോൾ ആക്സിലറേറ്റ് ചെയ്യുന്നതല്ലേ, അത് നമ്മൾ ഇൻറ്റേർണൽ എനർജിയിൽ കൂട്ടുന്നില്ല. അതേപോലെ ആ ഗ്യാസ് നമ്മളൊരു ഹൈലി ഭയങ്കര ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടുപോയിക്കണം, ഒരു നല്ല ഗ്രാവിറ്റി ഉള്ളൊരു ഫീൽഡ് എർത്തിൻ്റെ സർഫസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഗ്രാവിറ്റി ഉണ്ടാവും അല്ലേ. അത് കാരണം ആ ബോക്സിന് ആ കൈനറ്റിക് എനർജി ആ പാർട്ടിക്കിൾസ് ആ ഗ്യാസ് കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നർ എന്താണ്, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതും നമ്മൾ ഇൻറ്റേർണൽ എനർജിയിൽ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ എക്സ്റ്റേണൽ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓൺലി ഇൻറ്റേർണൽ പാർട്ടിക്കിൾസ്. അത് ഈ പാർട്ടിക്കിൾസിലെ ഗ്യാസിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസും മൂവ് ചെയ്യുമ്പോൾ ആ മോഷൻ കാരണം എന്തുണ്ടാവും, ആ മോഷൻ കാരണം അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും, അത് കൺസിഡർ ചെയ്യും. ഓക്കെ, അതിപ്പോൾ എല്ലാ പാർട്ടിക്കിൾസിനും കൂടെ സം ചെയ്യും നമ്മൾ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ടേം. പിന്നെ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ പരസ്പരം എന്തുണ്ടാവും, ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് വളരെ സ്മോൾ ആയിരിക്കും. അത്തരം ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ, ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കൺസിഡർ ചെയ്യാം. We can consider them as internal energy. Okay, അപ്പോൾ ഇത്തരം ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ മോളിക്യൂൾസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന എനർജീസിനെ മാത്രമേ നമ്മൾ ഇൻറ്റേർണൽ എനർജി ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലോയിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു DU plus DW അല്ലേ. So here we can write delta U is equal to DQ minus DW. Okay, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, DU is equal to DQ നമുക്ക് എഴുതാം. From second law of thermodynamics we know that DQ is equal to TdS and also DW is equal to PdV. Okay, so ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് DU എങ്ങനെ എഴുതാം, we can write DU as TdS minus PdV. Okay, now keeping നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, U is a function of S and V. Okay, U is a function of S and V. So we can differentiate, take differential on both sides. Du is equal to dou U by dou S into ds plus dou U by dou V into dV. ഇത് നമുക്ക് മാത്തമാറ്റിക്സിന് അറിയാവുന്നതാണ് അല്ലേ. ഒരു ഫംഗ്ഷൻ, ഒരു ക്വാണ്ടിറ്റി രണ്ട് മറ്റ് ക്വാണ്ടിറ്റി പാരാമീറ്റേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ടേംസ് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അത് പ്രകാരം നമുക്ക് DU എങ്ങനെ എഴുതാം. ഓക്കെ, അതേസമയം നമുക്ക് എന്തുണ്ട്, തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് എന്തുണ്ട്, DU is equal to TdS minus PdV ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് DU is equal to സംതിങ് ഇൻറ്റു DS പ്ലസ് സംതിങ് ഇൻറ്റു DV. അതേസമയം ഇവിടെ T ഇൻറ്റു DS മൈനസ് P ഇൻറ്റു DV. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. സോ T ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എസ്, അതേസമയം മൈനസ് P ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരിക്കൽ കൂടെ നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്താ, ഡോ ടി ബൈ ഡോ വി. സോ ഇത് ടി ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ ടീനെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഒരിക്കൽ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ എന്ത് വരും, ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ എസ് വരും. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് പി ഉണ്ട്. സോ ഈ പീനെ ഞാൻ ഒരിക്കൽ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ എസ് ഡോ വി വരും. ഓക്കെ, പക്ഷേ ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ എസ് ഡോ വി എന്ന് പറയുന്നതും ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ വി ഡോ എസ് എന്ന് പറയുന്നതാണ് സെയിം ആണ് അല്ലേ. ഡോ വി ഡോ എസ് എന്ന് പറയുന്നത് സെയിം ആണ്, കാരണം ഡിഫറൻഷിയേഷൻ ഡസ് നോട്ട് കൺസിഡർ ദ ഓർഡർ ഓഫ് ഡിഫറൻഷിയേറ്റിംഗ്. ഏത് ഓർഡറിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻറ്റ് അല്ല. ഓക്കെ, So therefore we can see that this is equal. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം,
ഇതും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഇതും എന്താണ് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വി ക്യാൻ സീ ഈസ് ഫ്രം ദിസ് എക്സ്പ്രഷൻ dou T by dou V at constant S is equal to minus dou P by dou S at constant volume. ഓക്കെ, ഇത്തരം ഒരുപാട് റിലേഷൻസ് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇത്തരം റിലേഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്സ്വെൽ റിലേഷൻ. ഓക്കെ, അല്ലെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നുണ്ട്. സോ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ആൻഡ് മാക്സ്വെൽ റിലേഷൻസ് ആർ റിലേറ്റഡ്, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് പൊട്ടൻഷ്യൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാക്സ്വെൽ റിലേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. സോ ദേ ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ എൻതാൽപ്പിയാണ്. ഇൻറ്റേർണൽ എനർജി കഴിഞ്ഞാൽ പിന്നെ തെർമോഡൈനാമിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത് എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എൻതാൽപ്പി? ദ ഡെഫിനിഷൻ ഓഫ് എൻതാൽപ്പി ഈസ് ഗിവൺ ബൈ ഇറ്റ് ഈസ് ദ സം ഓഫ് internal energy and the product of pressure into volume. Pressure into volume, it has some dimension of energy, so it's somewhat some kind of energy. And a physical meaning എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് സം ഫോം ഓഫ് എനർജി. അത് എന്തിലേക്ക് ചെയ്യുക, എന്ത് ആഡ് ചെയ്യുക, യു ഇന്റേണൽ എനർജിയിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എൻതാൽപ്പിന് എന്ത് ചെയ്യാം, ഇതുപോലെ എഴുതാം. ഡി എച്ച് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡി എച്ച് ഇസ് ഈക്വൽ ടു ഡി എച്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി യു ഓൾറെഡി നമുക്ക് അറിയാം എന്താണ് ടി ഡി എസ് മൈനസ് പി ഡി വി ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പി വിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പി ഡി വി പ്ലസ് പി ഡി പി എന്ന് കിട്ടും. സോ വി ഹാവ് പി ഡി വി പ്ലസ് വി ഡി പി ഹിയർ. ഓക്കെ, സോ നൗ ഈ പി ഡി വിയും ഈ പ്ലസ് പി ഡി വി മൈനസ് പി ഡി വിയും ക്യാൻസൽ ആകും. ബാക്കി എന്താ ഉള്ളത്, ബാക്കി നമുക്കുള്ളത് ടി ഡി എസ് പ്ലസ് വി ഡി പി. ഓക്കെ, ടി ഡി എസ് പ്ലസ് വി ഡി പി. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ് എസ് ആൻഡ് പി. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് ഡി എച്ച് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് പ്ലസ് ഡോ എച്ച് ബൈ ഡോ പി ഇൻറ്റു ഡി പി. ഇത് രണ്ടും ഈ ഇക്വേഷനും ഇക്വേഷൻ നമ്പർ 1 ഓർ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2, ദിസ് ഇക്വേഷൻ നമ്പർ 2. സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് ദി സെക്കൻഡ് മാക്സ്വെൽ തെർമോഡൈനാമിക് റിലേഷൻ. ഓക്കെ, ദിസ് ഈസ് ദി സെക്കൻഡ് റിലേഷൻ, മാക്സ്വെൽ റിലേഷൻ. ഇത് നമ്മൾ സെക്കൻഡ് മാക്സ്വെൽ റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനാണ് ഹെൽമോൾട്സ് ഫ്രീ എനർജി ഓർ ഹെൽമോൾട്സ് ഫംഗ്ഷൻ. ഓക്കെ, ഇത് നമ്മൾ ഹെൽമോൾട്സ് ഫ്രീ എനർജി എന്ന് വിളിക്കും, ഹെൽമോൾട്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ചില ടെക്സ്റ്റ് ബുക്കുകൾ ഇത് എ എന്നുള്ള ലെറ്റർ കൊണ്ടായിരിക്കും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ എഫ് എന്നുള്ള ലെറ്റർ ഉപയോഗിക്കാറുണ്ട്. സോ ഹെൽമോൾട്സ് ഫ്രീ എനർജി ഇസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ എഫ് ഇസ് ഈക്വൽ ടു യു മൈനസ് ടി എസ്. യു മൈനസ് ടി എസ്. അപ്പം എന്തായാലും എന്തായിരുന്നു, യു പ്ലസ് പി വി ആയിരുന്നു, ഇവിടെ യു മൈനസ് ടി എസ് ആണ് വരുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഡി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് പി വി പി ഡി വി മൈനസ് എസ് ഡി ടി എന്ന് എഴുതാം. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഫോം ഒന്നും വരുന്നില്ല, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്താൽ കംപ്ലീറ്റ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്ന കുറച്ച് ടേംസ് ക്യാൻസൽ ചെയ്യും, ബാക്കി ഉണ്ടാവും മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ ഡി എഫ് ഇസ് ഈക്വൽ ടു ഡോ പി ഡോ എഫ് ബൈ ഡോ എഫ് ബൈ ഡോ വി ഡി വി പ്ലസ് എന്ത് എഴുതാം, ഡോ എഫ് ബൈ ഡോ ടി ഡി ടി. ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു എക്സ്പ്രഷൻ, ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ മാക്സ്വെൽ റിലേഷൻ കിട്ടും. അത് ദാറ്റ് ഈസ് ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം. ഓക്കെ, സോ ഇത് നമുക്ക് മൂന്നാമത് കിട്ടിയിട്ടുള്ള ഒരു പിന്നെ മാക്സ്വെൽ റിലേഷനാണ്. ഇനി നമുക്ക് അവസാനമായിട്ടുള്ള ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനാണ് ഗിബ്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയാറുണ്ട്. ഓക്കെ, ഗിബ്സ് ഫ്രീ എനർജി ഓർ ഗിബ്സ് ഫംഗ്ഷൻ. ഓക്കെ, ഗിബ്സ് ഫ്രീ എനർജി ഓർ ഗിബ്സ് ഫംഗ്ഷൻ. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ജി ആണ്. കോമൺ ആയിട്ട് എല്ലാവരും ജി തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ജി ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് പി വി ആണ്. ഇപ്പോൾ എഫ് എന്താണ്, എഫ് ഈസ് ഓൾറെഡി യു മൈനസ് ടി എസ് ആണ്. സോ യു മൈനസ് ടി എസ് പ്ലസ് പി വി എന്ന് എഴുതാം. അതുപോലെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഡി ജി ഇസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി എന്ന് എഴുതാം. അത് നമുക്ക് ഫോർത്ത് മാക്സ്വെൽ റിലേഷൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇത്രയും പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തു നിന്നൊരു പ്രോബ്ലം ചെയ്യാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫ് യു എഫ് എച്ച് ആൻഡ് ജി represent internal energy, Helmholtz free energy, enthalpy and Gibbs free energy respectively, then which of the following is a correct thermodynamic relation? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പിന്നെ റിലേഷൻസ് ഒക്കെ ഓർമ്മിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് റിലേഷൻസ്? ഫസ്റ്റ് ഇന്റേണൽ എനർജിയുടെ റിലേഷൻ എന്തായിരുന്നു, ഡി യു ഇസ് ഈക്വൽ ടു
TdS minus PdV അല്ലേ? അതേസമയം എൻതാൽപ്പി എന്തായിരുന്നു? DH is equal to TdS plus VdP. TdS plus VdP. Then dF എന്തായിരുന്നു? Helmholtz free energy. Helmholtz free energy dF എന്തായിരുന്നു? minus PdV minus SdT അല്ലേ? minus PdV minus SdT. And finally we have Gibbs free energy dG is equal to minus SdT minus plus VdP. minus SdT plus VdP. സോ ഇങ്ങനെ 4 എക്സ്പ്രഷനാണ് നമുക്കുള്ളത്. സോ ഇതിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, DU is equal to PdV minus TdS ആണ്. പക്ഷേ നമുക്കൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ TdS minus PdV ആണ്. സോ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നോക്കൂ, ഈ ഓപ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, DU is equal to PdV minus TdS അല്ല, TdS minus PdV ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ DH is equal to VDS. No, this is not DS, this is DP. Okay. So DH is equal to VdP plus TdS. ഇത് ശരിയാണോ? യെസ്, ദിസ് ഈസ് കറക്റ്റ്. ഇവിടെ DP ആണെങ്കിൽ ഫൈൻ. മൂന്നാമത് DF is equal to minus PdV plus SdT ആണോ? അല്ല, minus PdV minus SdT ആണ്. ഇവിടെ മൈനസ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് ട്രൂ. ആൻഡ് ഫൈനലി വി ഹാവ് ദിസ് ഇസ് DG is equal to VdP plus TdS. ഓക്കെ, ഇതും എന്തല്ല ശരിയല്ല, കാരണം നമുക്ക് മൈനസ് SdT ആണ് DGയിൽ വരുന്നത്. സോ ഇതും ശരിയല്ല. സോ ഓപ്ഷൻ B is the correct one given that this is DP rather than DS. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. With U and F as thermodynamic potentials, the Gibbs-Helmholtz equation is option A, U equal to F minus T into dou F by dou T at constant volume. Option B, U equal to F plus T dou F by dou T at constant volume. Option C, S equal to F minus T dou F by dou T at constant volume. And option D, S is equal to F plus T dou F by dou T at constant volume. Okay, so let us start with the equation. നമുക്കറിയാം S എന്താണ്? S is equal to S അല്ല, F. We can write F is equal to U minus TS, right? F is equal to U minus TS, or I can write U is equal to F plus TS. F plus TS. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം DF is equal to minus PdV minus SdT. From this what we have is, we have also DF is equal to dou F by dou V dV plus dou F by dou T dt. So from this we can write S is equal to, what is minus S is equal to dou F by dou T. Okay, dou F by dou T. So നമുക്ക് substitute ചെയ്യാം. This implies dou F by dou T is equal to minus S. Okay, or S is equal to minus dou F by dou T. So ഇതിനെ ഇവിടെ substitute ചെയ്യുകയാണെങ്കിൽ we'll get F is equal to U equal to F minus T dou F by dou T. Okay, so this is at constant volume. So this is the correct option is option A. Okay, so that is the Gibbs-Helmholtz equation. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻസ് എന്ന് പറയപ്പെടുന്ന മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻസ്, 4 തെർമോഡൈനാമിക്സ് റിലേഷൻസ് ഉള്ളത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദിസ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദിസ്, തേർഡ് വൺ ഈസ് ദിസ്. ഇങ്ങനെ നമുക്ക് 4 മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻസ് ആണുള്ളത്. ഓക്കെ, കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, ഡിസോർഡേഡ് ആയിട്ടുള്ള, റാൻഡം ആയിട്ടുള്ള 4 ഇക്വേഷൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ദേ ആർ നോട്ട് വെരി ഈസി ടു റിമെമ്പർ. ഓർത്ത് വെക്കാൻ അത്ര ഈസി അല്ലാത്ത 4 ഇക്വേഷൻസ് ആണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ ചെറിയൊരു നിമോണിക് ഉണ്ട്. ആ നിമോണിക് ഞാൻ പറയാം. നമുക്ക് 4 ഇക്വേഷൻസും ഒറ്റയടിക്ക് നമുക്ക് ഓർത്ത് വെക്കാം. നിങ്ങൾ ഈ ഒരു നിമോണിക് ഓർത്ത് വെക്കാനില്ലേ? നോക്കൂ, നമുക്ക് 4 വേരിയബിൾസ് ആണത്, T, V, S, P. ഓക്കെ, ഈ 4 ഇക്വേഷൻ നോക്കിയാലും വേരിയബിൾസ് നമുക്ക് 4 വേരിയബിൾസ് ആണ്. ഒന്ന് ടെമ്പറേച്ചർ, V വോളിയം, S എൻട്രോപ്പി ആൻഡ് P പ്രഷർ. ഈ 4 വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഡെറിവേറ്റീവ്സിൻ്റെ തമ്മിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻസ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ഇക്വേഷനും നമുക്ക് ഒറ്റയടിക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നത്. നോക്കൂ, നമുക്ക് 4 വേരിയബിൾസ് ഉണ്ട്. എന്ത് ചെയ്യാം? സോ
we can start with the mnemonic TV special program. Okay, TV special program. അല്ല, നമ്മളെല്ലാവരും വീട്ടിൽ ടി വികൾ ഉണ്ടാവും. അപ്പോൾ ഓരോ ടി വിയിലും നമുക്ക് ഓരോ ചാനലിൽ ഓരോ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ടി വി സ്പെഷ്യൽ പ്രോഗ്രാം, TVSP. അതാണ് നമ്മുടെ ഉദ്ദേശം. അതാണ് ടി വിയിൽ സ്പെഷ്യൽ പ്രോഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ല, നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ നിമോണിക് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഇത് എത്താൻ നോക്കാം. നമുക്ക് ചുമ്മാ എന്ത് ചെയ്യാൽ മതി? ഡോ ടി ബൈ ഡോ വി ഈക്വൽ ടു ഡോ പി ബൈ ഡോ എസ് എന്നിടാം. പക്ഷേ ഇതിൽ ടി വി സ്പെഷ്യൽ പ്രോഗ്രാം ഞാൻ എഴുതിയത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ. സോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. സോ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ എഴുതുന്ന ഇക്വേഷൻസിന് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. സോ ഡോ ടി ബൈ ഡോ വി ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് വരുന്നത്. രണ്ടാമത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു കോർണർ നിന്നാണ് കേട്ടോ, റൈറ്റ് ലെഫ്റ്റ് കോർണർ നിന്നാണ്. സോ രണ്ടാമത്തെ ഇക്വേഷൻ വന്നത് ക്ലോക്ക് വൈസിലാണ്. ഓക്കെ, ഡോ ടി ബൈ സോറി നമുക്ക് ആദ്യം ലെറ്റേഴ്സ് എഴുതാം. ലെറ്റേഴ്സ് എഴുതുമ്പോൾ ടി വി സ്പെഷ്യൽ പ്രോഗ്രാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? ഡോ ടി, ഡോ പി, ഡോ വി, ഡോ എസ്. സോ ഇത് ക്ലോക്ക് വൈസിലാണ്, അതുകൊണ്ട് നമുക്ക് ദർ ഇസ് നോ നെഗറ്റീവ് സൈൻ. ഇത് ക്ലോക്ക് വൈസിൽ, അതുകൊണ്ട് പോസിറ്റീവ് സൈൻ. ദിസ് ഇസ് ദി സെക്കൻഡ് മാക്സ്വൽ റിലേഷൻ. നോക്കൂ, ഡോ ടി ബൈ ഡോ പി ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ്. ക്ലിയർ ആണോ? ഇനി ഇപ്പം ഇതുവരെ നമ്മൾ രണ്ടും സ്റ്റാർട്ട് ചെയ്ത് അല്ലേ ഈ കോർണറിൽ നിന്നാണ്. ടി വി സ്പെഷ്യൽ ഒന്ന് ക്ലോക്ക് വൈസിലും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലും പോയി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റേ കോർണർ എന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ ഏതാണ്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടി അതിൽ ക്ലോക്ക് വൈസിൽ പോകുമ്പോൾ എങ്ങനെ പോകും? ക്ലോക്ക് വൈസിൽ പോകുമ്പം ടി വി സ്പെഷ്യൽ പ്രോഗ്രാം. ഓക്കെ, ഡോ എസ് ബൈ ഡോ വി ഈക്വൽ ടു, ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലായതുകൊണ്ട് ദർ ഇസ് എ മൈനസ് സൈൻ ഹിയർ. ടി വി സോറി ഇത് ക്ലോക്ക് വൈസിലാണ്, പോസിറ്റീവ് ആണ്. സോ ഡോ പി ബൈ ഡോ ടി. ആൻഡ് ഫൈനലി വി ഹാവ് ടി, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടി വി സ്പെഷ്യൽ പ്രോഗ്രാം. സോ ഡോ എസ് ബൈ ഡോ പി ഈക്വൽ ടു, ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലായതുകൊണ്ട് ദർ വിൽ ബി മൈനസ് ഡോ വി ബൈ ഡോ ടി. സോ അങ്ങനെ നമുക്ക് 4 ഇക്വേഷൻസും സ്റ്റാർട്ട് ചെയ്യും. സോ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടി വി സ്പെഷ്യൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് രണ്ട് കോർണറിൽ നിന്നാണ്. ആദ്യം ലെഫ്റ്റ് ടോപ്പിൽ നിന്നും, രണ്ടാമത് ബാക്കി 2 ഇക്വേഷൻസ്, ഫസ്റ്റ് 2 ഇക്വേഷൻസ് ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നാലാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻസ് നമുക്ക് റൈറ്റ് ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് അത്? റൈറ്റ് ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് 2 ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ടോപ്പ് ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് ക്ലോക്ക് വൈസിൽ നിന്ന് ഇങ്ങനെ പോവുക, ടി വി സ്പെഷ്യൽ പ്രോഗ്രാം. ആൻറ്റി ക്ലോക്ക് വൈസിൽ ടി വി സ്പെഷ്യൽ പ്രോഗ്രാം ഇങ്ങനെ പോവുക. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് പോകുമ്പോൾ നെഗറ്റീവ് സൈൻ ഉണ്ടാവും. തിരിച്ച് അടുത്ത കോർണറിലേക്ക് പോവാൻ ബോട്ടം റൈറ്റിൽ പോകുമ്പോൾ ടി വി സ്പെഷ്യൽ പ്രോഗ്രാം ആൻറ്റി ക്ലോക്ക് വൈസിലാകുമ്പോൾ നെഗറ്റീവ്, ടി വി സ്പെഷ്യൽ പ്രോഗ്രാം ക്ലോക്ക് വൈസിലാകുമ്പോൾ പോസിറ്റീവ്. ഇങ്ങനെ 4 തെർമോഡൈനാമിക് റിലേഷൻസ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. നോക്കൂ, എസ്റ്റാബ്ലിഷ് ദ ഫോളോയിങ് തെർമോഡൈനാമിക് റിലേഷൻ. Dou Q by dou P at constant temperature is equal to minus T dou V by dou T at constant pressure is equal to minus TV alpha. Okay, where alpha is the coefficient of volume expansion. It is the coefficient of volume expansion. Okay, at constant pressure. Hence, show that increase in pressure heats a body that expands with a rise of temperature and cools that contracts on heating. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഈ കാര്യം ഒന്ന് കാണിക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ ഈ ഒരു ഫോർമുല നമുക്ക് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, ഇവിടെ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇത് ഓടി വരുന്നുണ്ട്. നോക്കൂ, ഡോ ക്യൂ ബൈ ഡോ പി. ഇവിടെ ഈ ഡോ ക്യൂനൊക്കെ എങ്ങനെ മാറ്റി എഴുതാം? നമുക്കറിയാം ഡി ക്യൂ എന്താണ്? ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ടി ഡി എസ് ആണ് അല്ലേ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡി ക്യൂ ഇസ് ഈക്വൽ ടു ടി ഡി എസ്. സോ അത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്? മൈനസ് ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി. ഇനി ഈ ടി രണ്ട് സ്ഥലത്തു നിന്നാണ് കോമൺ ആക്കി എടുത്താൽ എന്താ സംഭവിക്കുക? ടി രണ്ടെന്നും കോമൺ ആക്കി എടുത്താൽ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ദ മാക്സ്വെൽ തെർമോഡൈനാമിക് റിലേഷൻ. ഏതാണ്? ബോട്ടം റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഉണ്ടോ അവിടെ നെഗറ്റീവ് സൈൻ. സോ ദിസ് ഈസ് എ മാക്സ്വെൽ റിലേഷൻ. അപ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഈ 2 ഇക്വേഷൻ ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതാ അതെന്താണ്? മൈനസ് ടി വി ആൽഫയ്ക്ക് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നോക്കൂ, നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് മൈനസ് ടി ഡോ വി ഡിവൈഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ്
പ്രഷറാണ്. നോക്കൂ, ഇത് ഞാൻ എന്ത് ചെയ്യാണ്, മൈനസ് ടീൻ്റെ കൂടെ ഒരു വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 1/1 ഡിവൈഡ് ചെയ്തു, ദെൻ ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ബട്ട് ദിസ് ഈസ് നത്തിങ് ബട്ട് ആൽഫ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ദെർഫോർ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് മൈനസ് ടി വി ഇൻറ്റു ആൽഫ. അതാണ് ഇവിടെ മൂന്നാമത് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹെൻസ് ഷോ ദാറ്റ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഹീറ്റ്സ് എ ബോഡി. ഓക്കെ, ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം ടെമ്പറേച്ചർ കൂടുന്നുണ്ട് എന്ന് തെളിയിക്കണം. എന്തിൻ്റെ? ഹീറ്റ് ദാറ്റ് എക്സ്പാൻസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് നമുക്ക് ഇൻക്രീസ് ഇൻ പ്രഷർ ഹീറ്റ്സ് എ ബോഡി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് എടുക്കാം. ഡോ ക്യൂ ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദിസ് ഈക്വൽ ടു മൈനസ് ടി വി ആൽഫ അല്ലേ, മൈനസ് ടി വി ആൽഫ. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എക്സ്പാൻസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ്. നോക്കൂ, ഒരു ഗ്യാസ് അത് ഇഫ് ഇറ്റ് എക്സ്പാൻസ് വിത്ത് ദ റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൽഫ എന്താണ്? പോസിറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, ഇഫ് എക്സ്പാൻസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ then alpha is greater than 0. Alpha greater than 0 ആണ്. ടിയും വിയും ഓൾറെഡി greater than 0 ആണ്. സോ ദിസ് ക്വാണ്ടിറ്റി ഓവറാൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ. സോ therefore we can write ഡോ ക്യൂ ഡിവൈഡ് ബൈ ഡോ പി at constant temperature must be less than 0. Okay, must be less than 0, right? What does this mean? Dou q by dou p is less than 0 എന്നാണ് വരുന്നത്. Q is inversely proportional to P. That means as heat is pressure increase ചെയ്യുന്നതിനനുസരിച്ച് ഹീറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന്. അപ്പോൾ എന്തേ വഴിയുള്ളൂ? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം ഹീറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വേണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണമെങ്കിൽ എന്ത് വേണം? വി മസ്റ്റ് സപ്ലൈ ഓർ ഇറ്റ് മസ്റ്റ് ഇൻക്രീസ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. Therefore this proves എന്താണ്? ഇൻക്രീസ് ഇൻ പ്രഷർ ഹിറ്റ്സ് ദ ബോഡി ദാറ്റ് എക്സ്പാൻസ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ റൈസിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുന്ന സിസ്റ്റം എപ്പോഴും എന്തായിരിക്കും? അതിൻ്റെ pressure will increase as the body is pressure increase അനുസരിച്ച് ബോഡി ഹീറ്റ് എന്ത് ചെയ്യും? ഹീറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിൽ ആസ് ഇറ്റ് കൂൾസ് കോൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ്. ഓക്കെ, ഹീറ്റിങ്ങിൽ കോൺട്രാക്ട് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ എന്താ സംഭവിക്കുക? അന്നേരം ആൽഫ വിൽ ബി ലെസ് ദാൻ 0. ഓക്കെ, ഹീറ്റിങ്ങിൽ കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ഡോ ക്യൂ ബൈ ഡോ പി at constant temperature is equal to minus TV alpha. So if contracts on heating, that is if contracts on heating, നമുക്ക് എന്ത് പറയാം? ആൽഫ ലെസ് ദാൻ 0. ആൽഫ നെഗറ്റീവ് ആണെങ്കിൽ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി എന്താവും? ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആവും. സോ ദാറ്റ് മീൻസ് ഡോ ക്യൂ ബൈ ഡോ പി ഈസ് ഗ്രേറ്റർ ദാൻ 0. ദിസ് മീൻസ് ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു P or pressure increase ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് കൂടും. സോ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി മസ്റ്റ് റെഡ്യൂസ് ഹീറ്റ്. ഓക്കെ, ഓർ ഇറ്റ് വിൽ റെഡ്യൂസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇത് രണ്ടും നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ഡോ ആൽഫ ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്ലസ് ഡോ ബീറ്റ ഡിവൈഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു 0. Okay, where alpha and beta are the coefficient of thermal expansion and coefficient of compressibility respectively. So first നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും എക്സ്പ്രഷൻ നോക്കാം. So we have beta is equal to 1 by v dou v by dou p at constant temperature, and beta is equal alpha is equal to 1 by v dou v by dou t at constant pressure. Okay, so ഈ രണ്ട് ഇത് ഓർത്ത് വെക്കുക. So from this what we can write is beta v is equal to dou v by dou p at constant temperature, and alpha v, oh sorry, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. So this is minus beta v. Okay, alpha v is equal to dou v by dou t at constant
pressure. So ഈ രണ്ട് എക്സ്പ്രഷനും നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാം. Okay. So let me start with this expression dou v by dou p. So let me consider dou v by dou p എന്താണ്? It is beta v, അല്ലേ? So dou v by dou p. Now I differentiate it with respect to t. So dou v by dou t. Now I consider here dou v by dou t and differentiate it with respect to dou by dou p. Okay. So this is equal to dou square v divided by dou t dou p. Okay. Dou t dou p, and this must be equal to എന്താണ് dou square v divided by dou p dou t. Okay. So ഈ ഒരു കാര്യം നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് അർത്ഥം. ഓക്കെ, പക്ഷേ വാട്ട് ഈസ് dou v by dou p? ഇവിടുന്ന് dou v by dou p is minus beta v. So dou by dou t of minus beta v is equal to dou by dou p of dou v by dou t എന്താണ്? It is alpha v. Or we can write dou by dou t of beta v plus dou by dou p of alpha v equal to 0. Right? Dou by dou t of beta v അതെന്ത് വരും? Dou by dou t of beta v എന്ത് ചെയ്യാം? ഫസ്റ്റ് dou beta by dou t into v plus beta into dou v by dou t plus രണ്ടാമതുള്ളത് നമുക്ക് dou by dou p of alpha v ആണ്. So dou alpha divided by dou p into v plus dou alpha into dou v by dou p. This must be equal to 0. Okay. ഇനി നമ്മൾ വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് ത്രൂ ഔട്ട് നമുക്ക് v കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ v കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ബീറ്റ ഡിവൈഡ് ബൈ v വരും. ഇവിടെ ആൽഫ ഡിവൈഡ് ബൈ v വരും. ഈ രണ്ട് വിയും ക്യാൻസൽ ആവും, അല്ലേ? ഈ രണ്ട് വിയും ക്യാൻസൽ ആവും. സോ വി ഹാവ് ഡോ ബീറ്റ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് ബീറ്റ ബൈ v ഡോ v ബൈ ഡോ ടി പ്ലസ് ഡോ ആൽഫ ബൈ ഡോ പി പ്ലസ് ആൽഫ ബൈ v ഡോ v ബൈ ഡോ പി ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് ഇത് രണ്ടും കോമൺ ആക്കി എടുത്ത് എഴുതാം. ഓക്കെ, ഡോ ബീറ്റ ബൈ ഡോ ആൽഫ ഡിവൈഡ് ബൈ ഡോ പി പ്ലസ് ഡോ ബീറ്റ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് ബാക്കിയുള്ള നമുക്ക് അപ്പുറത്തേക്ക് എടുക്കാം, ഇക്വേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇപ്പുറത്ത് നല്ലത് ബീറ്റ ഡിവൈഡ് ബൈ വി ഡോ വി ബൈ ഡോ ടി പ്ലസ് ആൽഫ ഡിവൈഡ് ബൈ വി ഡോ വി ബൈ ഡോ പി. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഡോ വി ബൈ ഡോ ടി എന്താണ്? തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡോ വി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ആൽഫ വി ആൻഡ് ഡോ വി ബൈ ഡോ പി ഈസ് ഈക്വൽ മൈനസ് ബീറ്റ വി. സോ അത് രണ്ടും ഉപയോഗിച്ചാൽ നമുക്ക് ഇതിനെന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബീറ്റ ബൈ വി ഇൻറ്റു ആൽഫ വി പ്ലസ് ആൽഫ ബൈ വി ഇൻറ്റു ഇവിടെ എന്ത് തരും? ഡോ വി ബൈ ഡോ പി എന്നാണ് മൈനസ് ബീറ്റ വി. ഓക്കെ, so this is nothing but beta v cancel ആയി, ഇവിടെയും v cancel ആയി. This is equal to beta alpha minus alpha beta, but that is equal to 0. So we have shown that dou alpha divided by dou p plus dou beta divided by dou t equal to 0. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് എനർജി ഇക്വേഷൻസ് ആണ്. എനർജി ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊന്നുമില്ല, ജസ്റ്റ് ഇറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ഇന്റേണൽ എനർജി ആൻഡ് വോളിയം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ ഐഡിയൽ ഗ്യാസ്, വാൻ ഡെർ വാൾസ് ഗ്യാസ്, ഇതിൻ്റെയൊക്കെ കേസിൽ നമുക്ക് ഇന്റേണൽ എനർജി വോളിയത്തിന് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് പറയുന്ന ഇക്വേഷൻസിനാണ് നമ്മൾ എനർജി ഇക്വേഷൻസ് എന്ന്. ഞാൻ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ ആണ് പറയുന്നത് ഇവിടെ. So the equation is dou u by dou v at constant volume equal to at constant temperature is equal to T dou p by dou t at constant volume minus p. Okay, വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. യു വിൽ യൂസ് മാക്സ്വെൽസ് റിലേഷൻസ് അതൊക്കെ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്. സോ ഐ വിൽ നോട്ട് ഗോ ടു ദ ഡെറിവേഷൻ. നോക്കൂ, ഫസ്റ്റ് നമുക്ക് ഈ എനർജി ഇക്വേഷൻ ഫോർ എൻ ഐഡിയൽ ഗ്യാസിന് എന്താണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, ഫോർ എൻ ഐഡിയൽ ഗ്യാസ് നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു ആർ ടി ഫോർ 1 mole ഓഫ് ഗ്യാസ്. ദെൻ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് എന്താണ് P is equal to RT divided by V, അല്ലേ? P is equal to RT divided by V. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഭാഗം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡോ പി ബൈ ഡോ ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ പി എക്സ്പ്രഷൻ കിട്ടിയ ഡോ പി ബൈ ഡോ ടി എന്ത് എഴുതാം? ഡോ പി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ആർ ടി ബൈ വി അല്ലേ? സോ ദറ്റ് ഈസ് ആർ ബൈ വി വരും, അല്ലേ? സോ ഇവിടെ ആർ ബൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ്പ്രഷൻ ആയി. പക്ഷേ ഇവിടെ നോക്കൂ, ടി ആർ ബൈ വി ആണ്.
സോ ടി ആർ ബൈ വി ആണ്, ഓർ ആർ ടി ബൈ വി മൈനസ് പി ആണ്. പക്ഷേ ആർ ടി ബൈ വി എന്താണ്? ഇറ്റ് ഈസ് പി വി അല്ലേ? ആർ ടി പി വി ഈസ് ഈക്വൽ ടു ആർ ടി ആണല്ലോ. സോ ദെർഫോർ ആർ ടി ഈസ് ഈക്വൽ ടു പി വി. സോ പി വി ഡിവൈഡ് ബൈ വി മൈനസ് പി, ഓർ ദിസ് ഇസ് പി മൈനസ് പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് internal energy of an ideal gas does not depend on volume at all. Okay, what does it mean? അതായത് നിങ്ങൾ എത്ര വോളിയം എടുത്തു കഴിഞ്ഞാലും ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇൻറ്റേർണൽ എനർജി സെയിം ആയിരിക്കും പെർ മോൾ. ഓക്കെ, ഇൻറ്റേർണൽ എനർജി പെർ മോൾ വിൽ ബി സെയിം. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഫോർ വാണ്ടർവാൾ ഗ്യാസ്, അല്ലെങ്കിൽ വാണ്ടർവാൾ ഗ്യാസിനെ നമ്മൾ റിയൽ ഗ്യാസ് എന്ന് വിളിക്കാറുണ്ട്. സോ വാണ്ടർവാൾ ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് പി വി ഇക്വേഷൻ ഇതാണ്: പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് പി ഈക്വൽ ടു ആർ ടി. ഓർ ഫ്രം ദിസ് നമുക്ക് ഇൻവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി ഈസ് ഈക്വൽ ടു ആർ ടി ഡിവൈഡ് ബൈ വി മൈനസ് ബി മൈനസ് എ ബൈ വി സ്ക്വയർ എന്ന് കിട്ടും. സോ ബൈ ഡിഫറൻഷിയേറ്റിംഗ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡോ പി ബൈ ഡോ ടി കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ പി ബൈ ഡോ ടി കാൽക്കുലേറ്റ് ചെയ്ത് തരും ആർ ഡിവൈഡ് ബൈ വി മൈനസ് ബി എന്ന് കിട്ടും. ഓക്കെ, അത് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ എനർജി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ ഡിവൈഡ് ബൈ വി മൈനസ് ബി ഡിവൈഡ് ബൈ മൈനസ് പി. പക്ഷേ ആർ ടി എന്താണ്? ആർ ടി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ എഴുതാം? ആർ ടി എന്താണ്? പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഡിവൈഡഡ് ബൈ വി മൈനസ് ബി മൈനസ് പി. പക്ഷേ ഈ വി മൈനസ് ബി ക്യാൻസൽ ആയി ബാക്കി എന്നുള്ളത് പി പ്ലസ് എ ബൈ വി സ്ക്വയർ മൈനസ് പി എന്ന് കിട്ടി. സോ മൈനസ് പിയും പി ക്യാൻസൽ ആയി എ ബൈ വി സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ അപ്പം ഒരു വാണ്ടർവാൾസ് ഗ്യാസ് അല്ലെങ്കിൽ ഒരു റിയൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ, ഈ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇന്റർണൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ റിയൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഡസ് ഡിപ്പെൻഡ് ഓൺ ദ വോളിയം ഓഫ് the real gas. Okay, internal energy does depend on the volume of the gas. So ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. Now the relation between CP and CV നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്, ഒരുപാട് പറഞ്ഞതാണ് CPയും CVയും അല്ലേ? CP എന്താണ്? ഇറ്റ്സ് ദ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് CV is the specific heat at constant volume. സോ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷൻ ആണ്. CP minus CV is equal to T dou S by dou T at constant pressure minus T dou S by dou T at constant volume. So this after a long derivation you can arrive at this expression. Okay, T dou P by dou T at constant volume into dou V by dou T at constant pressure. So CP minus CV കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ ഒരു എനർജിയുടെ P dou P by dou T dou V by dou T ചെയ്താൽ അത് പ്രഷറിൻ്റെ ടെമ്പറേച്ചർ റിലേഷൻ എക്സ്പ്രഷനും വോളിയത്തിൻ്റെ ടെമ്പറേച്ചർ റിലേഷൻ എക്സ്പ്രഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഈ രണ്ട് ടേംസും കിട്ടും. അത് കിട്ടിയാൽ നമുക്ക് CP minus CV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഫോർ എ ഐഡിയൽ ഗ്യാസ്. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു ആർ ടി ആണ്. ദെർഫോർ പി ഈസ് ഈക്വൽ ടു ആർ ടി ഡിവൈഡ് ബൈ വി ആണ്. സോ പി ബൈ ഡോ ടി ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഡോ പി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ആർ ബൈ വി ആൻഡ് ഡോ വി ബൈ ഡോ ടി ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ആർ ബൈ പിയും കിട്ടും. ഓക്കെ, സോ ദെർഫോർ ഇത് രണ്ടിനും സം എടുക്കുമ്പോഴോ പ്രോഡക്റ്റ് എടുക്കുമ്പോഴോ ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു dou V by dou T at constant pressure is equal to T into dou P by dou T എന്നാണ് R by V ആണ്, R by P ആണ് അല്ലേ? സോ R by V into R by P into R by P അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു T into R square divided by PV. പക്ഷേ നമുക്കറിയാം ഇത് നമുക്കൊരു R കോമൺ ആക്കി എടുത്താൽ ഇത് നമുക്കൊരു R പുറത്തെടുത്താൽ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു TR into R എന്ന് എഴുതാം അല്ലേ? RT എന്താണ്? RT is equal to PV. So therefore we can write this as PV. So PV by PV എന്താണ്? 1 ആണ്. So R. So therefore the CP minus CV for an ideal gas or perfect gas is R. Okay, CP minus CV is equal to R, or we can write CP is equal to CV plus R. ഓക്കെ, ഇത് തന്നെയാണോ നമുക്ക് വാണ്ടർവാൾസിൻ്റെ കേസിലും കിട്ടുന്നത്? അല്ല. വാണ്ടർവാൾസ് ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്നതാണ് പി പ്ലസ് എ ബൈ വി സ്ക്വയർ വി മൈനസ് പി ഈക്വൽ ടു ആർ ടി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ നിങ്ങൾ ആ രണ്ട് ഡെറിവേറ്റീവ്സും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ എ ലോങ് ഡിഫറൻഷിയേഷൻ യു വിൽ എൻഡ് അപ്പ് CP minus CV is equal to R into 1 plus 2A divided by RTV. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ. സോ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ആ കാര്യം മാത്രം ഓർത്ത് വെക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് TDS ഇക്വേഷൻസ് പറയുന്നത്. ഓക്കെ, TDS ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ CPൻ്റെയും CVൻ്റെയും ടേംസിൽ നമ്മൾ TDSനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. TDS എവിടെ വരുന്നത് നമുക്കറിയാലോ, ഇന്റർണൽ എനർജി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ DU is equal to TDS minus PdV ആണ്. സോ അവിടെ TDS വരുന്നുണ്ട്. സോ ആ TDS എന്താണ്? രണ്ട് TDS ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് TDS is equal to CV dt plus
T into dou P by dou T at constant volume into dV. അതേസമയം TDS is equal to second TDS relation is equal to TDS is equal to Cp dt minus T dou V by dou T at constant pressure into dP. ഓക്കെ, സോ ഇതും ഞാൻ ഇത്രയും വളരെ ബ്രീഫായിട്ട് പറയുന്നുള്ളൂ. നോക്കൂ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇഫ് ഹെൽമോൾട്സ് ഫ്രീ എനർജി for energy for radiation is given by F is equal to 8 minus 8 pi raised to 5 kb raised to 4 t raised to 4 V divided by minus 45 h cube c cube. Danile, what is the radiation pressure and what is the prove that Cv equal to 3s. So നമുക്ക് ഫസ്റ്റ് എ പാർട്ട് ചെയ്യാം. എ പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാം, റേഡിയേഷൻ പ്രഷർ ആണ്. ഓക്കെ, പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നമുക്കറിയാം. ഫ്രം ഇഫ് എഫ് ഇസ് ഗിവൺ, അത് ഹെൽമോൾസ് ഫ്രീ എനർജി തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഹെൽമോൾസ് ഫ്രീ എനർജി വിത്ത് റെസ്പെക്ട് ടു വോളിയം ആൻഡ് പുട്ട് എ മൈനസ് സൈൻ ഹിയർ അറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് ദ പ്രഷർ. ഓക്കെ, സോ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദർ വിൽ ബി എ കോൺസ്റ്റന്റ് ഓൺലി 8 pi raised to 5 kb raised to 4 t raised to 4 divided by 45 h cube c cube. ഓക്കെ, ബി പാർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഇൻവോൾവ് ആണ്. നോക്കൂ, നമുക്ക് സി വി ഈക്വൽ ടു 3s എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വി വിൽ കാൽക്കുലേറ്റ് എൻട്രോപ്പി യൂസിങ് ദ എക്സ്പ്രഷൻ minus dou F by dou T at constant volume. Okay, from if we know the free energy, Helmholtz free energy, the equation for calculating entropy is just dou F by dou T at constant volume. So ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ നമുക്ക് T raised to 4 എന്നുള്ള ഫംഗ്ഷൻ ആണുള്ളത് അല്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ ഇവിടെ T raised to 4 ആണ്. സോ 4 T ക്യൂബ് ആണ് കിട്ടുക. ബാക്കിയുള്ള കോൺസ്റ്റൻസ് ഒക്കെ മാറ്റി നിർത്തിയാൽ. സോ കോൺസ്റ്റന്റ് എന്താണ്? 4 into 8 എത്ര? 32 minus 32 pi raised to 5 kb raised to 4 and V divided by 45 h cube c cube into T raised to 4 എന്താവും? T ക്യൂബ് ആവും. ഓക്കെ, V T ക്യൂബ് ആവും. ഇനി നമുക്ക് എസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സി വി കണ്ടുപിടിക്കാൻ എന്താണ്? എസ് കിട്ടിയാൽ സി വി is equal to T dou S by dou T at constant volume ആണ്. ഓക്കെ, അതായത് ഈ എസ് നമുക്ക് വൺസ് അഗൈൻ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് സി വി കിട്ടും. ഓക്കെ, സോ എസ് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആണ്. സോ ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ ആ വി മാത്രം നമുക്ക് പുറത്തെടുക്കാം. അതിനൊരു റീസൺ ഉണ്ട്. കാരണം ഈ വി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താണ്, ഓർ നമുക്ക് ഇവിടെ എന്തെടുക്കാം, ഒരു 3യും കോമൺ ആക്കി എടുക്കാം. ഓക്കെ, സോ 3 കോമൺ ആക്കി എടുത്താൽ എസ് നമുക്ക് എന്താ 32 ഇതല്ലേ കിട്ടിയത്. സോ ഒരു വി നമുക്ക് ഇവിടെ പുറത്തെടുക്കാം. സോ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ദിസ് ആസ് വി ടി ക്യൂബ്. So once again differentiate ചെയ്യുമ്പോൾ വരും, it will be 3 into whatever on the bracket. ബ്രാക്കറ്റിനകത്തുള്ളതാണ് ഇതാണ് into v t square അല്ലേ? v t square. ഓക്കെ, സോ ഇവിടെ ഒരു ടി നമ്മൾ എന്ത് ചെയ്യണം? ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടി ഓൾറെഡി ഇല്ലേ? സോ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടി ഇവിടെ പോയിട്ട് ടി ക്യൂബ് ആവും. ഓക്കെ, സോ ദിസ് വിൽ ബി ടി ക്യൂബ്, this will be T cube, but this is again entropy അല്ലേ? So Cv is equal to 3s, hence proved. Okay, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. The internal energy E of a system is given by E is equal to B s cube divided by Vn, where B is a constant and other symbols have their usual meaning. Find the temperature of the system. Temperature alone find the pressure of the system. നമുക്ക് തന്നിരിക്കുന്നത് U ആണ്, internal energy തന്നിട്ടുണ്ട്. സോ ഇന്റേണൽ എനർജി തന്നിട്ട് നമ്മോട് ടെമ്പറേച്ചറും പ്രഷറും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. T is equal to dou U by dou S at constant volume and P is equal to minus dou U by dou V at constant entropy. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. സോ U എന്താണ്? B s cube by Vn ആണ്. സോ dou by dou S of B s cube divided by Vn that is equal to 3b s square divided by Vn. അതേസമയം പ്രഷർ എന്ത് കിട്ടും? P is equal to dou minus of dou U by dou V with respect to V ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഒരു മൈനസും കൂടെ വരും അല്ലേ? B s cube by V square n വരും അല്ലേ? മൈനസ് 1 by വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1 by V square വരും. സോ ഈ മൈനസും മൈനസും പ്ലസ് ആയി. സോ ബാക്കി എന്താണുള്ളത്? B s cube divided by V square n. So this is the expression.